നിങ്ങൾക്കറിയാം, കേരളം ഇന്നത്തെ ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു നാടാണ്. ഈ വ്യത്യസ്തതയാണ് ഇവിടെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും എല്ലാം പ്രയാസം. നമ്മളിപ്പോൾ നിരവധിയായ സന്ദർഭങ്ങളിലായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. 1957 ആദ്യമായിട്ട് EMSന്റെ ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ പാർലമെൻ്ററി വ്യവസ്ഥയിലൂടെ ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് രൂപീകരിച്ചു. ഇങ്ങനെ ഒരു ഗവൺമെൻറ് രൂപീകരിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. എന്താണ് ആ ഗവൺമെൻറ് മൗലികമായി ഇടപെടലിൻ്റെ ഭാഗമായി ചെയ്തത്? അതാണ് ഇന്നത്തെ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തിയത്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും സ്വതന്ത്രന്മാരും 6 സ്വതന്ത്രന്മാർ ഉൾപ്പെടെയാണ്. അതാ ഐക്യമുന്നണി. അന്ന് പാർട്ടിയും സ്വതന്ത്രന്മാരും ചേർന്ന ഐക്യമുന്നണിയാണ്. ആ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്തു. പുന്നപ്രവയല രക്തസാക്ഷികളുടെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി EMS ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ സത്യപ്രതിജ്ഞ 57 മാർച്ച് 5 ഏപ്രിൽ 5 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. 6, 7, 8, 9, 10 5 ദിവസം. 6-ാമത്തെ ദിവസം 11-ാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഓർഡിനൻസ് EMSന്റെ ഗവൺമെൻറ് ഇറക്കി. ഗവർണർ ഒപ്പിട്ടു. ആ ഓർഡിനൻസ് എന്താ അറിയോ? ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാനം കുറിച്ച അടിത്തറവാകിയ ഒരു ഓർഡിനൻസ് ആകും. അന്ന് വരെ നിങ്ങൾക്കറിയാത്ത ഒരു വർഗ്ഗ വഴി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചുവപ്പ് വണ്ടന്മാർക്കൊന്നും ആർക്കും അറിയില്ല അങ്ങനൊരു വർഗം. ആ വർഗ്ഗം ഏതാണെന്നറിയോ? ആരെങ്കിലും ഇവിടെ ഇപ്പോഴില്ലാത്ത, എന്നാൽ സുദീർഘമായ കാലം ഉണ്ടായിരുന്ന ആ വർഗീയത ഇപ്പോൾ ഇല്ല. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇല്ലാണ്ടുള്ളൂ. ഏത് വർഗ? ജമ്മി വർഗം. ശരിയാണ്. ആരാ പറഞ്ഞത് ശരിക്കും ഉത്തരം? ചുവപ്പ് കൊണ്ടരാണ്. കൈയടിച്ചു കൊടുക്കുക. നിങ്ങൾ കൊണ്ട് പറയുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ജന്മി വർഗം ഇല്ല ഇവിടെ കേരളത്തിൽ. ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ഈ വർഗം ഉണ്ട്. നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഇത് ഇല്ലാത്തത്. എന്നിട്ട് എന്തുണ്ടായി ഇവിടെ? രായരപ്പേട്ടൻ, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, രായരപ്പേട്ടൻ പ്രസംഗിക്കുന്നുണ്ട്. KPRന്റെ അനിയനാണ് രായരപ്പേട്ടൻ. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാറ്റിലും ഉണ്ട്. പക്ഷേ KPRന്റെ മറവിൽ പാവം അനിയൻ ഒരു നിഴൽ പോലെയാണ്. അവിടെ ആർക്കും ഈ KPR രായരപ്പേട്ടനെ അറിയില്ല. എല്ലാവർക്കും KPRനെ അറിയാം. KPR ഗോപാലിനെ അറിയാം. പക്ഷേ രായരപ്പേട്ടനെ അറിയില്ല. രായരപ്പേട്ടൻ്റെ പ്രസംഗമെല്ലാം ഞങ്ങളെല്ലാം കേൾക്കുമ്പോൾ രായരപ്പേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വെച്ച് കാണൽ, കങ്കാണി, നൂരി, മുക്കാൽ, വാശി, വണ്ണാത്തി മാറ്റിമുടക്കൽ, കല്ലും തോലും വെച്ച് കെട്ടൽ, കൂലിയാൻ, ഇതെല്ലാം ജന്മിത്വത്തിൻ്റെ അക്രമ പിരിവുകളാണ്. ഇതെല്ലാം ചേരുന്ന ജന്മിയുടെ മേധാവിത്വപരമായ ശേഷിയെ പിടിച്ചുകെട്ടിയ ആദ്യത്തെ ഓർഡിനൻസാണ് കുടിയൊഴിപ്പിക്കരുത്. കുടികടപ്പ് അവകാശത്തിൽ നിന്ന് കുടികടപ്പുകാരെ ഒഴിപ്പിക്കരുത് എന്ന ആദ്യത്തെ ഓർഡിനൻസ്. അതോടുകൂടി നിൽക്കാൻ ഒരിടം കിട്ടി. നിൽക്കാൻ ഇടം കിട്ടിയാലാണ് മനുഷ്യൻ ആരാവുക? തനിക്കിടമുണ്ടെങ്കിൽ അയാൾ എന്താവും? തൻ്റെടിയാവും. തൻ്റെടി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഈ പാവപ്പെട്ട മനുഷ്യന് തൻ്റെടിയായിട്ട് നിൽക്കാനാവുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ അവൻ തൻ്റെടിയായി. എന്നെ ഒരു ശക്തിക്കും ഈ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാനാവില്ല എന്ന ഉറപ്പ്. അതാണ് 1957 EMSന്റെ ഗവൺമെൻറ് നേടിയത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ, ആരോഗ്യരംഗത്തുള്ള ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമീപനം, ഇങ്ങനെ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധി പദ്ധതികളുമായി മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ വിമോചന സമരത്തിലൂടെ നമ്മുടെ ഗവൺമെൻറ്റിനെ EMSന്റെ ഗവൺമെൻറ്റിനെ വേറെയെങ്കിലും കാര്യമാറ്റിയിട്ടൊന്നും സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് നിയമം ഉപയോഗിച്ച് പിരിച്ചുവിട്ടു. 2 കൊല്ലമേ ഉണ്ടായിട്ടുള്ളൂ. 2 കൊല്ലം. പക്ഷേ ആ 2 കൊല്ലം വളരെയേറെ ശ്രദ്ധേയമായ 2 കൊല്ലം.
വിദ്യാർത്ഥികൾക്കെല്ലാം സ്കൂളിലേക്ക് ചേരുന്നവർക്കെല്ലാം കഞ്ഞി കൊടുക്കാൻ. കഞ്ഞി അന്ന് പട്ടിണിയാണ്, ഉച്ചക്കഞ്ഞി. കുട്ടികൾ കഞ്ഞി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. 1957 നിന്ന് ആരംഭിച്ച ഇന്നത്തെ തലമുറയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ലോകത്തിന് മാതൃകയാവുന്ന വിദ്യാഭ്യാസ മേഖലയിലെ മൂന്നാമത്തെ തലമുറയിലാണ് നമ്മളുള്ളത്. മൂന്നാമത്തെ തലമുറ. അന്നത്തേതിൽ നിന്ന് കഴിഞ്ഞ് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്. ഇപ്പോഴും നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഇപ്പോഴും അഭ്യസ്തവിദ്യരല്ലാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഈ കേരളത്തിൽ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കക്കാരനും അതുപോലെ കർഷക തൊഴിലാളിയും കൃഷിക്കാരനും ഉൾപ്പെടെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങളിലെല്ലാം ഈ അഭ്യസ്തവിദ്യരില്ലാത്ത യുവതി യുവാക്കളില്ലാത്ത ഒരു വീടും ഈ നാട്ടിലില്ല. ഇതെല്ലാ സ്ഥലത്തും ഉള്ളതല്ല, ഈ ഇന്ത്യയിൽ മുഴുവനുള്ളതല്ല, ഇത് കേരളത്തിൽ മാത്രം. ഇന്ത്യയിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. വലിയ പ്രമാണിമാരുടെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, ഭൂപ്രമാണിമാരുടെ വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ കുടുംബാംഗങ്ങളും. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാടേതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാടേതാണ്? ബീജിംഗ് അല്ല, കാലിഫോർണിയ അല്ല, പിന്നെ ഈ കേരളമാണ്. നമ്മൾ ഈ കേരളത്തെപ്പറ്റി ഗൗരവപൂർവ്വം പഠിക്കുമ്പോഴല്ലേ മനസ്സിലാകുക. ഈ കേരളമാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ കോരിവാരിയെടുക്കാൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാട്. നമ്മൾ ചിലർ പ്രസംഗിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാട് കേരളമാണ്. ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ലജ്ജിക്കുകയും വേണ്ട, തല താഴ്ത്തുകയും വേണ്ട. കാരണം ഇത് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നുണ്ടായതാണ്, വെറുതെ വന്നതല്ല. നല്ല വിദ്യാഭ്യാസമുള്ളവരായി 57 മുതൽ ഇങ്ങോട്ട് അവരെ മക്കളെ പഠിപ്പിക്കും. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്നും തന്നിട്ടില്ല, എനിക്കൊറ്റ കാര്യമുള്ളൊരാഗ്രഹം, എൻ്റെ മക്കൾ അത്രത്തോളം പഠിക്കുമോ അത്രത്തോളം ഞാൻ പഠിപ്പിക്കും. അവരത്രത്തോളം പഠിപ്പിച്ചു. എന്നിട്ട് അവരുടെ മക്കൾ ഇപ്പോൾ പുതിയ തലമുറയെ ഉയർത്തി. ഈ 3 തലമുറയായി. അതാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജന്മിത്വം അവസാനിപ്പിക്കാൻ നമുക്ക് പിന്നീട് 1969 കഴിഞ്ഞു. 1970 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഈ ഭൂമി മുഴുവൻ 36 ലക്ഷം കുടുംബങ്ങളുടെ കൈകളിലേക്ക് എത്തി. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ. ആരാണ് ഈ ഭൂമി നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. 1969 ഒക്ടോബർ മാസം 14-ാം തീയതി നിയമം പാസ്സാവുന്നു. ഡിസംബർ 14-ാം തീയതി ആലപ്പുഴയിൽ പ്രത്യേക സമ്മേളനം ചേരുന്നു. അതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്, സുന്ദരയ്യ ഉൾപ്പെടെ. AKG ഉണ്ട്, EMS ഉണ്ട്, VS ഉണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്, CH കണാരനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. AKG ആണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ കാർഷിക ഭൂവൽക്കരണ നിയമം, ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം, ആ നിയമം ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ 1970 ജനുവരി മാസം 1-ാം തീയതി ആ നിയമം നടപ്പിലായതായി പ്രഖ്യാപിക്കുന്നു. കരഘോഷത്തിനിടയിൽ സഖാവ് AKGയുടെ ഉജ്ജ്വലമായ സമരപ്രഖ്യാപനം. ആ സമ്മേളനം പിരിഞ്ഞു. ആ സമ്മേളനം പിരിഞ്ഞിട്ട് എല്ലാവരും നാട്ടിലേക്ക് പോയി. അത് ഡിസംബർ 14-ന്. പിന്നെ വളരെ ചുരുക്കം ദിവസം ജനുവരി 1-ാം തീയതി 1970 ജനുവരി മാസം 1-ാം തീയതി ഈ കേരളക്കരയിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരൻ, കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ ഇവരെല്ലാം കൂടി ചേർന്ന് നാട്ടിലിറങ്ങി. കുടിയടപ്പ് 10 സെന്റ് വളച്ചു കെട്ടി ഉഭയമെടുത്തു. ഭൂമിയുടെ അവകാശിയായി. അങ്ങനെ അവകാശിയായത് എത്ര അറിയോ? ഈ കേരളം എങ്ങനെ മാറി എന്ന് പരിശോധിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗദർശിയായിട്ട് നിന്നത്. 36 ലക്ഷം കുടുംബം, അന്നത്തെ ഭൂരിപക്ഷം കുടുംബം എന്നർത്ഥം. 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ഭൂബന്ധത്തിലെ മൗലികമായ മാറ്റത്തിൻ്റെ ഭാഗമായി പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നേടിയ നിയമം
പാർലമെന്റേതര രീതി അനുസരിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ശക്തമത്തായ പോരാട്ടത്തിലൂടെ കൈവശപ്പെടുത്തി. ഈ ഭൂമി ഈ പാവപ്പെട്ട മനുഷ്യനിലേക്ക് എത്തിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. അതാണ് മൗലികമായ മാറ്റം. പിന്നെയാണ് സാക്ഷരത, പിന്നെയാണ് ജനകീയാസൂത്രണം, പിന്നെയാണ് കുടുംബശ്രീ, പിന്നെയാണ് എല്ലാവർക്കും പെൻഷൻ, പാവപ്പെട്ടവർക്ക് മുഴുവൻ പെൻഷൻ, പിന്നെയാണ് ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ശ്രമം, പിന്നെയാണ് പാർപ്പിടമില്ലാതൊരു മനുഷ്യനുണ്ടാവരുത് എന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഇങ്ങനെ ഈ കേരളത്തെ പുതിയ തലത്തിലേക്ക് നമ്മൾ ഉയർത്തി. ഇനിയും നമുക്ക് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനാവണം.